സത്യം പറഞ്ഞ അമ്പലപ്പാട്ട് എന്നൊരു ആലോചന വന്നു അറിഞ്ഞപ്പോൾ തന്നെ ഐ ആം റിയലി എക്സൈറ്റഡ്. പക്ഷേ പെൺകുട്ടി ഊമയാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വൈകല്യം ഞങ്ങളുടെ കുടുംബക്കാരിൽ ആർക്കും തന്നെ ഇല്ല. മരുമകളായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരാൾ കുടുംബത്തേക്ക് വരാൻ പോവാണല്ലോ. മിസ്റ്റർ രവി കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ. ഐ റിയലി അപ്രീഷിയേറ്റ് മൈ സൺ. ഇത്രയും വലിയൊരു സാക്രിഫൈസ് ഇന്നത്തെ ജനറേഷനിൽ ആരും തന്നെ ചെയ്യാൻ വില്ലിങ് ആവില്ല. ഐ ആം ഷുവർ. മിസ്റ്റർ മാധവന്റെ ടൗണിലുള്ള 1.5 ഏക്കർ ഭൂമി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സെന്റിന് സർക്കാർ തന്നെ 10 ലക്ഷം വില നിശ്ചയിച്ചിട്ടുള്ള എ റിയലി ഗുഡ് പ്ലേസ്. അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ നമ്മൾ ചേർന്ന് പണിയുന്നു. മിസ്റ്റർ രവി നരേനും അതിൽ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ. വിവാഹത്തിന് മുമ്പ് തന്നെ ആ ഭൂമിയെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കണം. ഐ മീൻ ഇൻ ടേംസ് ഓഫ് ഷെയർ. അല്ലെങ്കിൽ പിന്നെ അല്ല, ഊമയായ പെൺകുട്ടിക്ക് വേണ്ടി എന്റെ മകൻ ചെയ്യുന്ന സാക്രിഫൈസിന് മുമ്പിൽ ഇതൊക്കെ എത്ര നിസ്സാരമാണ് മിസ്റ്റർ മാധവൻ. എനിക്കിടോ എന്ത്? എനിക്ക് ഈ പ്രപ്പോസലിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് പോകാം. എന്താ ഇത്? ത്രിവേൻ, ഓ താൻ നാളെ എന്റെ ഓഫീസിലേക്ക് വരണം. എന്തിനാണ് സാർ? ഒരു അവാർഡ് തരാൻ. ഓ എന്തായാലും നിങ്ങൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അങ്കിള് പറഞ്ഞില്ല എന്താ തെറ്റ്? സ്വന്തം മകളാണെന്ന് കരുതി വൈകല്യം ഇല്ലാതാവില്ലല്ലോ. അവർ ഊമയായ ഇവളുമായി കല്യാണത്തിന് സമ്മതിച്ചു തന്നെ മഹാഭാഗ്യം. അപ്പൊ പിന്നെ അവര് പറയുന്ന ഡിമാൻഡ്സുകൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അല്ലാതെ സ്വത്ത് വീതം വെക്കാൻ ഇങ്ങനെ മടിയാണിച്ചിരുന്നാൽ സ്വത്ത് വീതം വെക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ മകൾ തന്നെയാണ്. നിങ്ങൾ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന സ്വത്തുമോഹികൾക്ക് ബലി കൊടുക്കാൻ എന്റെ മോളെ കിട്ടില്ല. അവളെ അറിഞ്ഞു സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ അവളെ നൽകൂ. അത് കുബേരനായാലും കൊള്ളാം, കുചേലനായാലും ശരി. ഇങ്ങനെ പിടിവാശി കാണിച്ചാ മൂത്ത് നരച്ച് നിൽക്കുകയുള്ളൂ അവളിവിടെ. അത് ഞാൻ അങ്ങ് സഹിച്ചു. എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ അവളെ സംരക്ഷിക്കും. മരിച്ചു പോയാലും അവൾക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സ്വത്തൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ വിവാഹം നടക്കാതെ പോയാൽ അത് അവളുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും. എന്നിരുന്നാലും വിവാഹ കമ്പോളത്തിൽ ഒരു വിൽപ്പന ചരക്കാക്കി വില പേശി വിൽക്കേണ്ട ഗതികേട് ഞാൻ അവൾക്കുണ്ടാക്കില്ല. അതുറപ്പ്. അതിനുവേണ്ടി ആരും ഇവിടെ ശിവരാത്രി നോൽക്കുകയും വേണ്ട. മോളെ, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തും. അതിന് നിന്റെ മാത്രം സപ്പോർട്ട് മതി. അതെന്നും ഉണ്ടാവില്ല എനിക്ക്.